Soon the boy was out in the valley and the path straightened out and rose. He met a girl who was coming from the opposite direction. കുട്ടി നടന്ന് എവിടെ എത്തി? അവൻ വാലിയിലെത്തി, അതായത് താഴ്വാരത്തിലെത്തി. ആൻഡ് ദ പാത്ത് സ്ട്രെയിറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. അവൻ്റെ ആ താഴ്വാരത്തിൽ അവൻ നിൽക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ ആ വഴി ഇങ്ങനെ നിരന്ന് കിടക്കുക എന്ന് പറയില്ലേ, നിരന്ന് കിടക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അത് ഒന്ന് ഉയർന്നു പോകുന്നുണ്ട്. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവൻ ആരെ കണ്ടുമുട്ടി? അവൻ ഒരു പെൺകുട്ടി, അവൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിനെ കണ്ടുമുട്ടി. She held a long curved knife with which she had been cutting grass. The bangle she wore made music when she moved her hands, and it was as though the hands spoke a language of their own. എന്താ പറയുന്നത്? ഷീ ഹെൽഡ് എ ലോങ് കേർവ്ഡ് നൈഫ്. അവളുടെ കയ്യിൽ വലിയൊരു കത്തി ഉണ്ടായിരുന്നു. കേർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു കത്തി ഉണ്ടായിരുന്നു. വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ദ ഗ്രാസ്. ആ കത്തി കൊണ്ട് അവൾ അവിടുത്തെ പുല്ലുകളൊക്കെ ചെത്തിയെടുക്കുമായിരുന്നു. ദ ബാങ്കിൾ ഷീ വോ, എന്താ പറയുന്നത്, അവളുടെ കയ്യിൽ നിറയെ വളകളുണ്ടായിരുന്നു. അതിൻ്റേതായിട്ടൊരു മ്യൂസിക് പോലെ, വള ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവില്ലേ, അതിനെ പറയണേ. അതിൻ്റേതായിട്ടൊരു മ്യൂസിക് ഉണ്ടായിരുന്നു. അവൾ കൈ അനക്കുമ്പോഴൊക്കെ ഈ വളകൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ആസ് ഇറ്റ് വാസ് ദോ ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. ആ കൈകളിലുള്ള വളകൾ അവരുടേതായിട്ടുള്ളൊരു ഭാഷയിൽ സംസാരിക്കുന്നത് പോലെ തോന്നിയെന്ന് ഈ കുട്ടിക്ക് ഇങ്ങനെ കേട്ടപ്പോൾ, ഈ ശബ്ദങ്ങൾ കേട്ടപ്പോൾ ആ വളകൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ തോന്നി. അവരുടേതായിട്ടൊരു ലാംഗ്വേജിൽ അവർ വർത്തമാനം പറയുന്നത് പോലെ തോന്നി എന്നാണ് പറയുന്നത്. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ റിവർ ആസ് ദ ബോയ്. അപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടപ്പോഴും ചോദിച്ചു, ഈ കുട്ടി എന്താ ചോദിച്ചത്? ഇനി നദിയിലേക്ക് എത്താൻ എത്രത്തോളം ദൂരമുണ്ടെന്ന് ഈ ആൺകുട്ടി ചോദിച്ചു. The girl had obviously never been to the river, or she may have been thinking of another one, because she said 20 miles without any hesitation. എന്താ പറഞ്ഞത്? ആ പെൺകുട്ടി ഉറപ്പാണ്, ആ പെൺകുട്ടി ഒരിക്കലും ആ നദിയിലേക്ക് പോയിട്ടുണ്ടാവില്ല. കാരണം ഇത്രയും ദൂരം കടന്ന് പോകണം, ആൾക്കാരില്ലാത്ത വഴിയിൽ കൂടെ പോകണം. പക്ഷേ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും വേറെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം പറഞ്ഞത്. 20 മൈൽസ്, 20 മൈലാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. ഒന്നും ആലോചിക്കാണ്ട് പെട്ടെന്ന് നല്ലോണം അറിയുന്ന പോലെ ആ കുട്ടി എന്ത് പറഞ്ഞു? ഇവിടുന്ന് നീ അങ്ങോട്ട് എത്തണമെങ്കിൽ 20 മൈൽസ് ഇനിയും പോകാനുണ്ട് എന്ന് പറയും. The boy laughed and ran down the path. A parrot suddenly screeched, flew over his head, a flash of red and green. അത് കേട്ടപ്പോൾ ആ ആൺകുട്ടി ചിരിച്ച് വേഗം ഓടി അവൻ്റെ ആ വഴിയിലേക്ക് ഓടിപ്പോയി. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്. ഒരു പാരറ്റ് പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി അവൻ്റെ തലയുടെ അടുത്തു കൂടെ പറന്നുപോയി. ഒരു ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ? തത്തമ്മയുടെ കൊക്ക് ചുവപ്പാണ്, അതിൻ്റെ ശരീരം ഗ്രീനാണ്. പെട്ടെന്നൊരു തത്ത കടന്നു പോകുമ്പോൾ ആ കളറാണ് അവൻ ശ്രദ്ധിച്ചത്. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. ഒരു ചുവപ്പും പച്ച കളറും അവൻ്റെ തലയുടെ മുകളിൽ കൂടെ പെട്ടെന്ന് എന്തോ ഒരു സാധനം പറന്നു പോയതുപോലെ അവന് തോന്നി. ദ ബേർഡ് ഡിസപ്പിയർഡ് അമോങ്സ് ദ ട്രീസ്. ബേർഡ് എവിടെ ഡിസപ്പിയർ ആയത്? ഏതൊക്കെയോ മരത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ കിളി പോയി മറിഞ്ഞു എന്നാണ് പറയുന്നത്. A trickle of water came from the hillside and the boy stopped to drink. ആ ഹിൽ സൈഡിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്താ ചെയ്തേ? കുട്ടിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു. കുട്ടി അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നിന്നു. The water was cold and sharp but very refreshing. However, it seemed to have the effect of making him more thirsty. വെള്ളം എന്തായിരുന്നു? വെള്ളം ഭയങ്കര കോൾഡായിരുന്നു, ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. അതായത് ഭയങ്കര തണുപ്പായിരുന്നു. അവൻ ഇത്രയും ദൂരം നടന്നതാണ്. അപ്പം അവൻ കുടിക്കും തോറും എന്താ പറയുക, അവൻ ഭയങ്കര റിഫ്രഷ്ഡ് ആയിട്ട് തോന്നി, അവന് ഉന്മേഷം തോന്നി. However, it seemed to have the effect of making him more thirsty. പക്ഷേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്താ തോന്നിയത്? അവന് പിന്നെയും ദാഹിക്കുന്നത് പോലെ, പിന്നെയും അവന് വെള്ളം കുടിക്കാൻ തോന്നിയെന്നാണ് പറയുന്നത്. The sun was striking his side of the hill, and the dusty path became hotter, the stones scorching the boy's feet. He was sure he had gone halfway. He walked for over an hour.
സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ സ്കിൻ. അതായത് സൂര്യപ്രകാശം നേരെ അവൻ എവിടെയാണോ നടക്കുന്നത് കുന്നിൻ്റെ ആ ഭാഗത്തേക്കാണ് നേരെ വീണിരുന്നത്. അതുകൊണ്ട് തന്നെ ആൻഡ് ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ട്. അവൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴി കൂടുതൽ ചൂടാവുന്നത് പോലെ അവന് തോന്നിയത്. സ്റ്റോൺ സ്കോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. സ്കോച്ചിങ് എന്ന് പറഞ്ഞാൽ പൊള്ളിക്കുക എന്നൊക്കെ പറയില്ലേ. ഈ വെയിൽ നേരെ ഇവൻ നടക്കുന്ന വഴിയിലേക്കാണ് വീണിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കല്ലിനൊക്കെ ഈ വെയിൽ കൊണ്ടിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അവൻ്റെ കാല് ആ കല്ലിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അവൻ്റെ കാല് പൊള്ളുന്നത് പോലെ അവന് ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത്. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് വേ. ഹി ഹാഡ് വാക്ക് ഫോർ അവർ ആൻ അവർ. ഈ കുട്ടിക്ക് ഉറപ്പായിരുന്നു അവൻ പകുതി വഴിയെങ്കിലും എത്തിയിട്ടുണ്ട്. കാരണം അവൻ 1 മണിക്കൂറിനും കൂടുതലായി അവൻ്റെ വീട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ആ നദിയിലെത്താൻ അവൻ പകുതി വഴി പിന്നിട്ടു എന്ന് അവന് തോന്നിത്തുടങ്ങി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. പ്രസൻ്റ്ലി ഹി സോ അനദർ ബോയ് അഹെഡ് ഓഫ് ഹിം ഡ്രൈവിംഗ് എ ഫ്യൂ ഗോഡ്സ് ഡൗൺ ദ പാത്ത്. ഇപ്പോൾ അവൻ ആരെയാണ് കണ്ടത്? ഒരു ആട്ടിടയനെയാണ് കണ്ടത്. ഒരു കുട്ടി ആടുകളെ തളിച്ചുകൊണ്ട് പോകുന്നതാണ് കണ്ടത്. ഹൗ ഫാർ ഈസ് ദ റിവർ ഹി ആസ്ക്ഡ്. അവൻ ആ ആട്ടിടയനോടും എന്ത് ചോദിച്ചു? ആ കുട്ടിയോടും എന്ത് ചോദിച്ചു? ഇവിടുന്ന് നദിയിലേക്ക് എത്രത്തോളം ദൂരമുണ്ട്? അപ്പോൾ ആരെയൊക്കെ കണ്ടോ അവരോടൊക്കെ ഈ കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര ദൂരമുണ്ട് ഇനിയും ആ നദിയിലേക്ക് എത്താമെന്ന്. The village boy smiled in a friendly way and said, "Oh, not far, just round the next hill and straight down." അപ്പോൾ എന്താ പറയുക, ആ ഗ്രാമത്തിലെ കുട്ടി അവനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഇനി അത്ര ദൂരമൊന്നുമില്ല, ഇനി ആ കുന്നൊന്ന് ചുറ്റി കടന്നാൽ മതി, അവിടുന്ന് നേരെ താഴെ പോയാൽ നീ എവിടെ എത്തി? നിൻ്റെ ആ നദിയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. The boy, feeling hungry, unwrapped his loaf of bread and broke it into halves, offering one portion to the village boy. They sat on the hillside and ate in silence. The boy, feeling hungry. ആ കുട്ടി 1 മണിക്കൂറായി വീട്ടിൽ നിന്ന് നടന്നു തുടങ്ങിയിട്ട്. അപ്പോൾ അവന് വിശന്ന് തുടങ്ങിയിരിക്കണു. അപ്പോൾ അവൻ എന്താ ചെയ്തത്? അൺറാപ്ഡ് എന്ന് പറഞ്ഞാൽ തുറക്കുക. അവൻ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് എന്ത് കൊടുന്നിരുന്നത്? ബ്രെഡ് കൊടുന്നിരുന്നത്. അപ്പോൾ ആ ലോഫ് ഓഫ് ബ്രെഡ്, അതായത് മുറിക്കാത്ത ബ്രെഡാവും അവൻ്റെ കയ്യിലുള്ളത്, ലോഫ് ഓഫ് ബ്രെഡ്. ആ ബ്രെഡിനെ അവൻ 2ആയിട്ട് മുറിച്ചു. എന്നിട്ട് ഒരു പീസ് അവനെടുത്തു, ഒരു പീസ് ആർക്കും കൊടുത്തു എന്നാണ് പറയുന്നത്. ഓഫറിങ് 1 portion ടു ദ വില്ലേജ് ബോയ്. അതിൽ ഒരു ഭാഗം ആർക്ക് കൊടുത്തു? ആർക്ക് ഓഫർ ചെയ്തു? ആ ആടിനെ മേച്ച് നടക്കുന്ന ആ കുട്ടിക്ക് ഓഫർ ചെയ്തു. ദേ സാറ്റ് ഓൺ ദ ഹിൽ സൈഡ് ആൻഡ് എയ്റ്റ് ഇൻ സൈലൻസ്. അവർ രണ്ടുപേരും ആ കുന്നിൻ മുകളിലിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. When they had finished, they walked on together and began talking. The boy did not notice the smarting of his feet and the heat of the sun, and the distance he had covered and the distance he had yet to cover. But after some time, his companion had to diverge along another path, and the boy was once more off his own. എന്താ പറയുന്നത്? വെൻ ദേ ഹാഡ് ഫിനിഷ് ദേ വാക്ക്ഡ് ഓൺ ടുഗെദർ ആൻഡ് ബിഗൻ ടോക്കിംഗ്. ആ ബ്രെഡിൻ്റെ കഷ്ണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്തു? അവർ രണ്ടുപേരും കൂടി നടന്നു തുടങ്ങി. അവർ കുറേ സംസാരിച്ച് വഴിയിലൂടെ നടന്നു തുടങ്ങി. ദ ബോയ് ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്മാർട്ടിങ് ഓഫ് ഹിസ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ അവൻ നേരത്തെ പറഞ്ഞു അവൻ ആ ചൂടുള്ള കല്ലുമ്മ കൂടെ നടക്കുമ്പോൾ അവൻ്റെ കാല് പൊള്ളുന്നത് പോലെ തോന്നി. അവൻ്റെ സ്മാർട്ടിങ് ഓഫ് ഹിസ് ഫീറ്റ് എന്ന് പറയുമ്പോൾ കാലിൻ്റെ വേദന, ആ പൊള്ളൽ കൊണ്ടുള്ള വേദനകളോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും അവൻ അറിഞ്ഞതേ ഇല്ല. കാരണം അവനിപ്പോൾ ഒരു കൂട്ടുകാരനുണ്ട് അവൻ്റെ കൂടെ നടക്കാൻ. അപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആൻഡ് ദ ഹീറ്റ് ഓഫ് ദ സൺ ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ. അവനൊന്നും അറിഞ്ഞില്ല അവൻ്റെ കാലിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂടോ അല്ലെങ്കിൽ ഇനി എത്ര ദൂരം അവന് ഇനിയും പോകാനുണ്ടെന്നോ എത്ര ദൂരം അവൻ പിന്നിട്ടോന്നോ ഒന്നും അവൻ അറിഞ്ഞില്ല. അവൻ ഒരാളെ കിട്ടിയ സന്തോഷത്തിൽ അവൻ സംസാരിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അവൻ അതൊന്നും ഓർത്തേ ഇല്ല എന്ന് പറയുന്നത്. ബട്ട് ആഫ്റ്റർ സം ടൈം ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ആടിനെ മേയ്ക്കുന്ന കുട്ടിക്ക്, ആ ഗ്രാമത്തിലുള്ള കുട്ടിക്ക് അവൻ്റെ വീട്ടിലേക്കാണ് അവൻ വേറെ വഴിക്കാണ് പോണത്. നമ്മുടെ കുട്ടി എന്ത് നോക്കിയിട്ടാണ് പോകുന്നത്? നദി നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായത്? വഴി രണ്ടാകുമ്പോൾ ഡൈവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ വഴി തിരിഞ്ഞു.
അവൻ്റെ ഫ്രണ്ട് വേറൊരു വഴി കൂടെ പോയി. ഈ കുട്ടിക്ക് പോകാനുണ്ടായിരുന്നതോ അവന് നദിയുടെ വഴിക്കാണ് പോകേണ്ടിയിരുന്നത്. അപ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു എന്നാണ് പറയുന്നത്. ആൻഡ് ദ ബോയ് വാസ് വൺസ് മോർ ഓൺ ഹിസ് ഓൺ. ഒരു പ്രാവശ്യം കൂടി വീണ്ടും ആ കുട്ടി എന്തായി, വീണ്ടും അവൻ്റെ യാത്രയിൽ ഒറ്റയ്ക്കായി. നെക്സ്റ്റ് പറയുന്നത്, ഹി മിസ് ദ വില്ലേജ് ബോയ് ഹി കുഡ് നോട്ട് ബി സീൻ. ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അവൻ ആ വില്ലേജ് ബോയിനെ, ആ കുട്ടിയെ വല്ലാണ്ട് മിസ് ചെയ്തു. അവന് ആ കുട്ടിയെ, ആ ആടിനെ മേച്ച് നടക്കുന്ന കുട്ടിയെ കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം ദ വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അവൻ്റെ സ്വന്തം വീടും ഇപ്പോൾ കാണാനുണ്ടായിരുന്നില്ല. കാരണം അവൻ 1 മണിക്കൂറിനും കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആ മല മാത്രമേ കാണുന്നുള്ളൂ. ആ മലയുടെ അപ്പുറത്തുള്ള അവൻ്റെ സ്വന്തം വീട് പോലും അവന് കാണാൻ പറ്റിയിരുന്നില്ല. ദ റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ് ചെയ്ത്. ഈ നദിയും അവന് കാണാൻ പറ്റിയിരുന്നില്ല. ഹി ബിഗാൻ ടു ഫീൽ ഡിസ്കറേജ്. അവൻ്റെ ആത്മവിശ്വാസമൊക്കെ തീരുന്നത് പോലെ തോന്നി. ഡിസ്കറേജ്ഡായി. അവൻ്റെ വീടും കാണുന്നില്ല, ഇത്ര ദൂരം നടന്നിട്ട് നദിയും കാണുന്നില്ല. അപ്പോൾ അവന് വല്ലാതെ ഡിസ്കറേജ്ഡായി. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ് ദ ബ്രെഡ് ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ. അവൻ ആ ബ്രെഡ് എന്താ ചെയ്തത്, വന്ന ആ കുട്ടിക്കും കൂടി രണ്ടുപേരും കൂടി വീതിച്ച് കഴിച്ചു. അപ്പോൾ അവന് തോന്നുന്നത്, അവന് നിരാശ തോന്നി. കാരണം അവന് ബ്രെഡ് കുറച്ച് കഴിഞ്ഞിട്ടും ആവശ്യം വന്നിരുന്നു. കാരണം ഇനി എത്ര ദൂരം നടക്കാനുണ്ടെന്ന് അവനറിയില്ല. അപ്പോൾ കുറച്ച് ബ്രെഡെങ്കിലും അവന് ബാക്കി വയ്ക്കാമായിരുന്നു എന്ന് അവന് തോന്നി. ഹി വാസ് ഡിറ്റർമൈൻഡ് ടു സീ ദ റിവർ. ഹി വാക്ക്ഡ് ഓൺ അലോങ് ദ hot, dusty, stony path past mud huts and terrace fields until there were no more fields or huts, only forest and sun and loneliness. ഹി വാസ് ഡിറ്റർമൈൻഡ് ടു സീ ദ റിവർ. അവന് പക്ഷെ ആ നദി കാണണമെന്നുള്ളൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ഹീ വാക്ക്ഡ് ഓൺ അലോങ് ദ ഹോട്ട് ഡസ്റ്റി സ്റ്റോണി പാത്ത്. അവന് ഇങ്ങനത്തെ വഴി കൂടെ നടന്നിരുന്നത് ആ ചുട്ട് പൊള്ളിക്കുന്ന, ആകെ പൊടിയുള്ള, ഡസ്റ്റി എന്ന് പറഞ്ഞ പൊടിയുള്ള സ്റ്റോണി പാത്ത്, നിറയെ കല്ലുകളുള്ള വഴിയിൽ കൂടെ അവൻ നടക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നത്, മഡ് ഹട്ട്സ് എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടിലുകളുണ്ടായിരുന്നു. ആൻഡ് ടെറസ്ഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അവൻ ഒരു മലയുടെ മുകളിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹില്ലി ഏരിയാസിലൊക്കെ എങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് പോലെയായിട്ടാവും കൃഷിയുടെ ഒരുക്കിയിട്ടുണ്ടാവുക. അതായത് ഓരോ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഓരോ മൺതിട്ട പറയില്ലേ, അങ്ങനെയാണ് കൃഷി ചെയ്യുക. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് അതിൻ്റെ മുകളിലാണ് ചെടികളൊക്കെ വെച്ചിട്ട് കൃഷി ചെയ്തിട്ടുണ്ടാവുക. അണ്ടിൽ ദർ വർ നോ മോർ ഫീൽഡ്സ് ഓർ ഹട്ട്സ്. അവൻ നടന്ന് എവിടെ എത്തി, ഇനി അവിടെ ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ കൃഷിഭൂമികളോ വീടുകളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തെത്തി. ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്. അവിടെ ഉണ്ടായിരുന്നത്, ഒരു കൊടുങ്കാടും സൂര്യനും പിന്നെ അവൻ്റെ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്കുള്ള ആ ഒരു ഫീലിംഗ്, ലോൺലിനെസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Now there was no man or any sign of man's influence. ഇപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല ആ വഴിക്ക്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും എന്നുള്ള തോന്നലും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെയൊക്കെ എന്ത് മാത്രം ഉണ്ടായിരുന്നത്, ഓൺലി ട്രീസ് ആൻഡ് റോക്സ് ആൻഡ് ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ്, ഓൺലി സൈലൻസ്. അവിടെ ഉണ്ടായിരുന്നത് ആകെ ട്രീസ്, മരങ്ങളും റോക്സ്, കല്ലുകളും, ആൻഡ് ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ്. ബ്രാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ മുൾച്ചെടികളില്ലേ, മുൾച്ചെടിക്ക് ഞാറച്ചെടി എന്നൊക്കെ പറയും, അതിനെയാണ് ബ്രാമ്പിൾ എന്ന് പറയുക. ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ഓൺലി സൈലൻസ്. ബ്രാമ്പിളും പൂക്കളും പിന്നെ ഓൺലി സൈലൻസ്. ആകെ ഒരു നിശബ്ദത മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളനക്കോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുട്ടിക്ക് എന്ത് മനസ്സിലായി, ഇനി അങ്ങോട്ട് ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല. അതായത് മനുഷ്യവാസം തീരെ ഇല്ലാത്തൊരു വഴിയിലേക്കാണ് അവൻ കടന്നത് എന്ന് അവന് മനസ്സിലായി. The silence was impressive and a little frightening. It was different from the silence of a room or street. It was the silence of space, of the unknown, the silence of God. ആ സൈലൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ആ നിശബ്ദത ഇംപ്രസീവ് ആയിരുന്നു. അതായത് അവനെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു, ഇഷ്ടപ്പെടുത്തുന്നതായിരുന്നു എന്നൊക്കെ പറയില്ലേ.
എന്താ പറയുക, നമ്മളൊരു ഡ്രസ്സ് കണ്ടിട്ട് ഇമ്പ്രസ്സായി എന്നൊക്കെ പറയില്ല. ആ ഡ്രസ്സ് വളരെ ഇഷ്ടമാകുമ്പോൾ എന്താ പറയുക, ആ ഒരു ഫീലിങ്ങിനാണ് പറയുക ഇമ്പ്രസ് ആവുന്ന. ഇമ്പ്രസീവ് ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. ഇമ്പ്രസീവ് ആയിരുന്നു, നമ്മളെ ഇഷ്ടപ്പെടുത്തുന്നതായിരുന്നു, പക്ഷേ എന്താ പറയുന്നത്, എ ലിറ്റിൽ ഫ്രൈറ്റനിങ്, കുറച്ച് പേടി ഉണ്ടാക്കുന്നതുമായിരുന്നു. It was different from the silence of a room or street. It was the silence of space, of the unknown, the silence of God. എന്താ പറയുന്നത്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന, നമ്മുടെ സ്വന്തം റൂമിൻ്റെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിശബ്ദതയോ അല്ലെങ്കിൽ നിശബ്ദതയൊന്നും ആയിരുന്നില്ല. അതിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അവന് തോന്നി. ഇറ്റ് വാസ് എ സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് ദി അൺനോൺ, ദ സൈലൻസ് ഓഫ് ഗോഡ്. ആ കാടിൻ്റെ ഉള്ളിലുള്ള ഒരു നിശബ്ദതയായിരുന്നു, ദൈവികമായിട്ടുള്ളൊരു നിശബ്ദത പോലെ അവന് തോന്നി. അതായത് തീരെ ഒരു ശബ്ദമൊന്നുമില്ല, പക്ഷെ അവൻ എവിടെയാണ്, കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫീലിംഗ് അവന് തോന്നി. A sudden, then as the boy rounded a sharp bend, the silence broke into sound. അവനൊരു ഷാർപ്പ് ബെൻഡ്, അതായത് ഒരു പെട്ടെന്നുള്ളൊരു തിരിവ് കടന്നതും എന്താ, ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു എ സൗണ്ട്. ആ സൈലൻസ് മാറി, അതായത് ആ നിശബ്ദത മാറി പെട്ടെന്നൊരു ശബ്ദം വരുന്നു. എ സഡൻ റോറിങ് സൗണ്ട്, ദ സൗണ്ട് ഓഫ് ദ റിവർ. അവൻ എന്താ കേട്ടത്, പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അതായത് ഈ വെള്ളം വീണതിൻ്റെ ആ റോറിങ്, ആ ശബ്ദമില്ലേ, വെള്ളത്തിനൊരു ശബ്ദമില്ലേ, ആ ഒരു ശബ്ദം കേട്ടു. ഫാർ ഡൗൺ ഇൻ ദ വാലി ദ റിവർ ടംബിൾ ഓവർ ദ റോക്സ്. ഫാർ ഡൗൺ ഇൻ ദ വാലി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ദൂരെ, ആ താഴ്വാരത്തിൻ്റെ കുറച്ച് ദൂരെ ഇതാ കാണുന്നു എന്താ, ആ നദി ഇതാ റോക്സിൻ്റെ മുകളിലേക്ക്, അതായത് കല്ലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴാണ്. ടംബിൾ ഡൗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴാണ്. ദ ബോയ് ഗ്യാസ്പ്ഡ് ആൻഡ് ബിഗാൻ ടു റൺ. അവൻ ഒരു ദീർഘശ്വാസം എടുത്തു, അല്ലെങ്കിൽ ഒരു നെടുവീർപ്പിട്ടിട്ട് എന്താ ചെയ്തത്, നെടുവീർപ്പിടുക എന്നാണ് പറയുക, ഗ്യാസ്പിഡിന്. ആൻഡ് ബിഗാൻ ടു റൺ. അവനൊരു നെടുവീർപ്പിട്ടിട്ട് അവൻ എവിടേക്ക് ഓടിത്തുടങ്ങി, ആ വെള്ളം കാണുന്ന വഴിയിലേക്ക്, സ്ഥലത്തേക്ക് ഓടിത്തുടങ്ങി. ഹി സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾ ബട്ട് സ്റ്റിൽ ഹി റാൻ. അവൻ കാല് വഴിക്ക് അവൻ തട്ടി വീഴാൻ പോയി, പക്ഷേ എന്ത് ചെയ്തു അവൻ, എന്നാലും അവൻ ഓടിക്കൊണ്ടേയിരുന്നു. ഹി വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ. അവൻ എവിടെ എത്തി, അവൻ ആ റിവറിലേക്ക് എത്തി. അവൻ്റെ ആങ്കിൾ ഡീപ്പ്, അതായത് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ. ആങ്കിൾ ഡീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, കണങ്കാൽ വരെ എന്ന് പറയില്ല, അതായത് അത്രയും കണങ്കാൽ വരെ ആ വെള്ളത്തിൽ അവൻ ഇറങ്ങി. ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ. പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, നല്ല തണുവായിരുന്നു, അതായത് സഹിക്കാവുന്നതിലപ്പുറം തണുപ്പുള്ള വെള്ളമായിരുന്നു അത്. സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറം തണുപ്പായിരുന്നു. പെയിൻഫുള്ളി കോൾഡ് എന്ന് അതിനാണ് പറയുന്നത്. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. വെള്ളത്തിൻ്റെ കളർ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്, നീലയും വെള്ളയും കലർന്ന നിറമായിരുന്നു. ആൻഡ് വാസ് വണ്ടർഫുൾ. വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്തി, അവൻ ഓടി അവൻ നടന്നും ഓടിയിട്ടും കല്ലിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടന്നിട്ടും അവൻ അവസാനം അവൻ്റെ എത്തേണ്ട അടുത്ത് തന്നെ എത്തി, ആ നദിയിലേക്ക് എത്തി. ആ നദിയിലെ വെള്ളം എങ്ങനെയായിരുന്നു പറയുന്നത്, വൈറ്റ് ആൻഡ് ബ്ലൂ, അതായത് നേച്ചറിനോട് ഏറ്റവും കലർന്ന് നിൽക്കുന്ന ഒരു നിറമായിരുന്നു. വെള്ളയും നീലയും നിറം പോലെ അവന് ആ നദി തോന്നി. അതിലെ വെള്ളം ഭയങ്കര തണുപ്പുള്ള വെള്ളമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ സ്റ്റോറി, റസ്കിൻ ബോണ്ടിൻ്റെ നമ്മുടെ സ്റ്റോറി. ഹൗ ഫാർ ഈസ് ദ റിവർ. എന്താ പറയുന്നത്, ഒരു കുട്ടിക്ക് ആ നദി കാണാനുള്ള ആകാംക്ഷയും അതിൽ അവൻ പോകുന്ന യാത്രയൊക്കെ പറയുന്നത്. പ്രകൃതിയോട് ഇഷ്ടമുള്ള കുട്ടികൾ, പ്രകൃതിയോടുള്ള അവൻ്റെ സ്നേഹമാണ് നമ്മൾ ഈ കഥയിൽ വായിക്കുന്നത്. ആരെഴുതിയത്, റസ്കിൻ ബോണ്ടാണ് എഴുതിയത്. ദ റൈറ്റർ റസ്കിൻ ബോണ്ട് ഈസ് എൻ ഇന്ത്യൻ റൈറ്റർ ഹു റൈറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. ഹി ഹാസ് റിട്ടൺ നോവൽസ് ആൻഡ് പോയംസ് ആൻഡ് ഈസ് നോൺ mostly for his contribution to children's literature. He has more than 500 short stories to his credit. എന്താ പറയുന്നത്, റസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്, ഇംഗ്ലീഷിൽ എഴുതുന്ന ആളാണ്. ഹി ഹാസ് റിട്ടൺ നോവൽസ് എഴുതിയിട്ടുണ്ട്, പോയംസ് എഴുതിയിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആൻഡ് ഹീ ഈസ് നോൺ ഫോർ ദ കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചറിനുള്ള അയാൾ കൊടുത്ത കൃതികളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഹി ഹാസ് മോർ ദാൻ 500 ഷോർട്ട് സ്റ്റോറീസ് ടു ഹിസ് ക്രെഡിറ്റ്. അയാൾ 500 കഥകൾ കുട്ടികളുടെ സെക്ഷനിൽ മാത്രം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ലെസനൊന്ന് വായിച്ച് നോക്കുക. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.
ഇതിലെ അടുത്ത വീഡിയോയിൽ നോക്കാം. അതുപോലെ തന്നെ ഇതിലെ പുതിയ വേർഡ്സിൻ്റെ മീനിങ്സും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ വീഡിയോ ഫുള്ള് കാണുക. എവിടെ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി വീഡിയോ കാണുക. അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോൾ ഒന്ന് വീഡിയോ പോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൂടി വായിച്ച് കഴിഞ്ഞിട്ട് ഒപ്പം ഓരോ പാരഗ്രാഫും വായിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.